സോബിൻസി ടേസ്റ്റ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. ഡൽഹി സീറോ മലബാർ രൂപതയിൽ നടക്കുന്ന ഏകീകൃത കുർബാന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോകളിൽ സംസാരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് മുൻപ് നടന്ന പ്രസ് കോൺഫറൻസിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മാത്യു സാർ തന്റെ അനുഭവത്തിൽ നിന്നും വളരെ വിശദമായിട്ടുള്ള ഒരു വിശകലനം നടത്തുകയാണ്. നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് ഒന്ന് പോകാം. ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞ പോലെ 5 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് സമ്മതിക്കാൻ കഴിയാത്ത. ടു ബി വെരി ക്ലിയർ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നോട്ട് ടേണിംഗ് ടു ദി ഓൾട്ടർ ഡ്യൂറിംഗ് ദ പ്രയർ. സർവാധിപനാം കർത്താവെ, സർവാധിപനാം കർത്താവിട്ട് ഞാൻ തിരിയത്തില്ല, നിർബന്ധ ബുദ്ധിയാണ്. അച്ഛനെ കൊണ്ടും തിരിയത്തില്ല. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ് ലേറ്റർ ഓൺ. സെക്കൻഡ് വൺ, not covering the chalice and pattern containing the wine and after കാഴ്ചവെപ്പ്. കാഴ്ചവെപ്പിന് ശേഷമുള്ള ശോശപ്പ കൊണ്ട് മൂടുകയില്ല, ഞാൻ ചെയ്യില്ല. 3, reluctant to install sanctuary veil, അതിനെപ്പറ്റി പ്രസിഡന്റ് പറഞ്ഞു. 4, hate to മാർത്തോമ ക്രോസ്. ഈ പോയിന്റില് അദ്ദേഹം ഈ 4 പോയിന്റിനെ കൊണ്ട് ഞാൻ സമ്മറൈസ് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് കുർബാനയിലെ ചില കാര്യങ്ങളിൽ അതിരൂപത അധ്യക്ഷന് ചില വിവേചന അധികാരമുണ്ട്, ഡിസ്ക്രിഷണറി പവർ. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, വിവേചന അധികാരത്തിന് അതീതമായി വിവേകപരമായ അധികാരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിവേചന അധികാരമല്ല വേണ്ടത്, വിവേകപരമായ അധികാരം ഉപയോഗിക്കുക. അതിന് കാരണം ഞങ്ങളൊരു കാര്യം പറയാം. ആദ്യത്തെ കാര്യം അദ്ദേഹം പറയുന്നത് സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥന നമ്മുടെ തക്സയിൽ തിരിയണോ വേണ്ടയോ എന്ന് എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം തിരിയണ്ട എന്നും എഴുതിയിട്ടില്ല, തിരിയണമെന്നും എഴുതിയിട്ടില്ല. പ്രാർത്ഥന എന്താണ്? സർവാധിപനാം കർത്താവെ നിന്നെ സ്തുതിച്ച് വണങ്ങുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ഇതിന്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറയാൻ വരികയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമ്മേളനത്തോട് ബഹുമാനീയനായ അഭിവന്യ മാർ കുര്യാക്കോസ് പനൂർ വന്നാൽ നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. ഒരു തക്സയിലും പറഞ്ഞിട്ടില്ല. അത് വിവേക ബുദ്ധി, അതായത് വിവേകാധികാരം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ അന്തസ്സത്തെയും അതിന്റെ പരിശുദ്ധിയും അതിൽ പിന്നിൽ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള ലിറ്റററ്റിക്കൽ അല്ലെങ്കിൽ തിയോളജിക്കൽ മാറ്റേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ആരെ കുമ്പിടണം, അതായത് സർവാധിപനായ കർത്താവിനെയാണോ നമ്മൾ ഒരു ബലിപീഠത്തിൽ കുമ്പിടാൻ വന്നത്, അത് മറ്റേ വല്ലവരെയാണോ? ആ സമയത്ത് ജനങ്ങളും ശുശ്രൂഷയും അൾത്താരയിൽ നോക്കി കുമ്പിടുമ്പോൾ ഒരു വൈദികൻ മാത്രം മറ്റുള്ള ജനങ്ങളെ നീക്കി കുമ്പിടുന്നു. അപ്പോൾ അദ്ദേഹം സർവാധിപനാ കർത്താവിനെയാണോ കുമ്പിടുന്നത്, അദ്ദേഹം മറ്റാരെയാണോ കുമ്പിടുന്നത്? ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് പോയിന്റ്. അതിന്റെ അകത്തുള്ള അദ്ദേഹത്തിന്റെ വിവേചന ബുദ്ധി അല്ലെങ്കിൽ വിവേചന ബുദ്ധിയാണോ വേണ്ടത്, വിവേകമായ അധികാരമാണോ അദ്ദേഹം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഒരു കാര്യം ഈ കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഈ തക്സയിൽ എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന ഈ കാരണത്തെക്കുറിച്ച്, പക്ഷേ തക്സയിൽ എഴുതാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം നടപ്പിലാക്കി എന്നുള്ള കാര്യം സത്യമാണ്. ഇത് തക്സയാണ്. ഇത് ആദ്യത്തെ കുർബാന പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജില് നോക്കുമ്പോൾ ഇവിടെയുള്ള വൈദികരെ ചെയ്യുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞാണ് കുർബാന ആരംഭിക്കുന്നത്. പക്ഷെ തക്സയിൽ എഴുതിയിട്ടില്ല. തക്സ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ മറ്റുള്ള കാര്യത്താൽ തക്സയിൽ പറയാത്ത പല കാര്യങ്ങളും പുള്ളി അനുവർത്തിക്കുന്നുണ്ട്. അതായത് പ്രാർത്ഥനയുടെ കുർബാനയുടെ അവസാന സമയത്ത് ബലിപീഠമേ സുസ്തി, നമ്മുടെ കർത്താവിന്റെ കവടമേ എന്ന് സുസ്തി എന്നുള്ള പ്രാർത്ഥന വൈദികൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ് മൗനമായി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന കണക്കാണ് അച്ഛൻ അൾത്താരയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ നോക്കി പറയുന്നത്.
അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻസ് ഇല്ലാത്ത കാര്യം ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹം ചോദ്യം ചോദിച്ചു, സർവാധിപനാം കർത്താവ് അത്ര മോശക്കാരനാണോ? ദാറ്റ്സ് ദ പോയിന്റ് ഐ വാണ്ടഡ് ടു മേക്ക് യു. മറ്റ് കാര്യങ്ങൾ, എഴുതപ്പെടാത്ത കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞത് നല്ല കാര്യവും തക്സയിൽ എഴുതിയിട്ടില്ല എന്നുള്ള ഒരു വിവേചനാധികാരം പറഞ്ഞുകൊണ്ട് അതിനെ ആ മനോഹരമായ പരിശുദ്ധമായ പ്രാർത്ഥനയെ അവഗണിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ വിവേചനാധികാരം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ മറ്റുള്ളത്, എഴുതപ്പെടാത്തത്, തനിക്കിഷ്ടമുള്ളത്, തന്റെ ഇഷ്ടങ്ങളെല്ലാം നല്ലതും പരിശുദ്ധമായി അർപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം മോശമാണ്, അഥവാ നേരത്തെ സർവാധിപനാം കർത്താവ് മോശമായിട്ടാണ് പുള്ളി കാണുന്നത്. പക്ഷേ അതിൽ ഒരു പോയിന്റ് ചേർക്കുകയാണ്, ഞങ്ങൾ അപ്പോൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒന്നും പുള്ളി തരണ്ട. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞതുപോലെ സ്പെഷ്യൽ പ്രൊവിഷനോ, വി നെവർ വാണ്ടഡ് എനി സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓർ സ്പെഷ്യൽ ഡിസ്ക്രിപ്ഷൻ ഓർ പ്രൊവിഷൻ ഫോർ അസ്. വി ഓൺലി ആസ്കിംഗ്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭ ആഗോളവേഗമായി അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തുകൊണ്ട് ഇവിടെ തന്റെ വിവേചന ബുദ്ധിയിൽ നിരാകരിക്കപ്പെടുന്നു എന്ന ഫണ്ടമെന്റൽ ക്വസ്റ്റ്യനാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, അതായത് രണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഞാൻ പ്രത്യേകമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. ബിക്കോസ് ഡിസ്ക്രിഷണറി റൈറ്റ് എന്ന് പറയുന്ന ബിഷപ്പിന്റെ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാൻ, ബട്ട് ഐ വിൽ സേ ഇൻ ഇംഗ്ലീഷ്, എക്ലിയാസ്റ്റിക്കൽ ഐഡന്റിറ്റി ഡസ് നോട്ട് ചേഞ്ച് ജോഗ്രഫി. എങ്ങനെയാണ് ഒരു പ്രാർത്ഥനയുടെ സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫണ്ടമെന്റലിസം പ്രാദേശികമായി മാറുന്നത്? ഞാന് കേരളത്തിൽ വന്ന വ്യക്തിയാണ്. കേരളത്തിൽ പറയുന്ന പ്രാർത്ഥനയായിരിക്കും ഞാൻ ഏത് ലോകത്തിന്റെ ഗ്ലോബിന്റെ ഏത് മൂലയ്ക്ക് പോയാലും. അതെങ്ങനെ മാറ്റാൻ സാധിക്കും? എനിക്ക് കേരളത്തിലെ കർത്താവിശ്വവിഷയെ മാറ്റാൻ സാധിക്കാത്തടത്തോളം കാലം ഞാൻ മറ്റ് പ്രാദേശിക തലത്തിൽ കർത്താവിശ്വവിഷയം മാറ്റിയെടുക്കാൻ സാധിക്കും എനിക്ക്. സോ എക്ലിയാസ്റ്റിക്കൽ ഐഡന്റിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ജിയോഗ്രഫി. ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥം വൺ ചർച്ച്, വൺ ലിറ്റർജി. സഭയൊന്നാണ്, സഭയുടെ വിശ്വാസം ഒന്നാണ്, സഭ മക്കളും ഒന്ന് തന്നെയാണ്. ഞങ്ങളെ തരം തിരിക്കരുത്. ആ രണ്ടാം നമ്പർ നയം മാറ്റിവെക്കണം. ഈ അതിരൂപതയും അവിടുത്തെ വൈദികരും ഒരു വശത്തും ഈ വിശ്വാസികൾ എതിർവശത്തും, അങ്ങനെയാണോ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ? ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? അതിനെ നിങ്ങൾ എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത് ആഗോളവ്യാപകമായി ഒരു സഭ, ഒരു വൺ ചർച്ച്, വൺ ലിറ്റർജി എന്ന് പറയുന്ന ആ വലിയ സീറോ മലബാർ സത്യത്തിനോട് ചേർന്ന് നിൽക്കണം. അതിനെതിരായി നിൽക്കാൻ പാടില്ല. അവരുടെ തീരുമാനങ്ങൾ അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നമാണ്, വിവേചനാധികാരം പറഞ്ഞിട്ട് ഒരു കുർബാനയുടെ പരിശുദ്ധിയെ താറടിച്ച് കാണിക്കുന്ന ആ അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം.